എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഓസോൺ പാളികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓസോൺ പാളിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ രീതിയിലാണ് ഈ ഒരു ഒരു സെക്ഷൻ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. സെക്ഷന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ നോക്കിയേ, ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. അപ്പം ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത്, ഓസോൺ ലെയർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം ടോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ അറിയാം, അയണോസ്ഫിയർ അറിയാം, ഒക്കെ ഇതെല്ലാം നമ്മൾ ഓരോന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ സ്ട്രാറ്റോസ്ഫിയർ വരുന്നതാണ് ഏത് ഭാഗത്താണ്? ഓസോൺ പാളികൾ ഏത് കവചമാണ്? ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഫിയറിലാണ്? അത് സ്ട്രാറ്റോസ്ഫിയറിലാണ് കേട്ടോ. ഇനി നോക്കിയാൽ അടുത്തത്, സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾക്കെതിരെയുള്ള ഭൂമിയുടെ ഒരു രക്ഷാ കവചമാണ് എന്ത്? ഓസോൺ പാളികൾ എന്ന് നമുക്കറിയാം അല്ലെ. എന്താണ്? സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾക്കെതിരെയുള്ള ഭൂമിയുടെ ഒരു രക്ഷാ കവചമാണ് എന്ത്? ഓസോൺ പാളി എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഭൂമിയിലെ ജീവജാലങ്ങൾക്കും വസ്തുക്കൾക്കും അന്തരീക്ഷത്തിലുള്ള ഒരു സംരക്ഷണ കവചം കൂടിയാണ് എന്ത് എന്ന് പറയുന്നത്? ഓസോൺ പാളി എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? സൂര്യനിൽ നിന്നുള്ള വയലറ്റ് രശ്മികൾക്കെതിരെയുള്ള ഒരു ഭൂമിയുടെ രക്ഷാ കവചമാണ് ഓസോൺ പാളി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് എന്ത്? ഭൂമിയിലെ ജീവജാലങ്ങൾക്കും വസ്തുക്കൾക്കും അന്തരീക്ഷത്തിൽ നിന്നുള്ള അന്തരീക്ഷത്തിലുള്ള ഒരു കവചമാണ് എന്ത് എന്ന് പറയുന്നത്? ഈ ഒരു ഓസോൺ പാളി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് അന്തരീക്ഷത്തില് ഓസോൺ പാളി കാണപ്പെടുന്നത് എത്ര കിലോമീറ്റർ മുകളിലാണത്? 20-35 കിലോമീറ്റർ മുകളിലാണ് എന്ത് കാണപ്പെടുന്നത്? അന്തരീക്ഷത്തിലെ ഓസോൺ പാളി കാണപ്പെടുന്നത് കേട്ടോ. അപ്പം അന്തരീക്ഷത്തിലെ ഓസോൺ പാളി കാണപ്പെടുന്നത് 20-35 കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ. ഇനി നോക്കൂ, ഉയരത്തിൽ ഓസോണിന്റെ നിറം ഏത് നിറമാണ്? അത് ഇളം നീലയാണ് കേട്ടോ. ഇളം നീലയാണ് ഉയരത്തിൽ ഓസോണിന്റെ നിറം എന്ന് പറയുന്നത്. ഇളം നീലയാണ് കേട്ടോ. ഇനി നോക്കിയേ, എന്താണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് നോക്കാം. ഓസോൺ പാളിക്ക് വരുന്ന കേടുപാടുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അത് ഓസോൺ ഡിപ്ലീഷൻ അഥവാ ഓസോൺ ശോഷണം എന്നാണ് കേട്ടോ. ഓസോൺ ശോഷണം എന്നാണ്. എന്താണ്? ഓസോൺ പാളിക്ക് വരുന്ന കേടുപാടുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓസോൺ ഡിപ്ലീഷൻ എന്നാണ് കേട്ടോ. ഇനി നോക്കിയേ, ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് ഏത്? അത് നാക്രിയസ് മേഘങ്ങളാണ് കേട്ടോ. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കൂ അടുത്തത്, ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം എവിടെയാണ്? അത് ഹാലിബയാണ് കേട്ടോ. ഹാലിബ അതെവിടെയാ? അന്റാർട്ടിക്കയില്. എന്താണ്? ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം അത് ഹാലിബയാണ് കേട്ടോ. നോക്കിയേ, ഇനി അടുത്ത നോക്കാം. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ്? നോക്കിയാൽ അത് ഡോപ്സൺ യൂണിറ്റ് ആണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ്? അത് എന്താണ്? ഡോപ്സൺ യൂണിറ്റിലാണ് കേട്ടോ. ഡോപ്സൺ യൂണിറ്റിലാണ്. നോക്കിയേ, പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? അത് തുളസിയാണ് കേട്ടോ. തുളസി ചെടിയാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? അത് തുളസിയാണ്. അടുത്ത നോക്കിയേ, അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാല് ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള ഏതാണ്? അത് നെല്ലാണ് കേട്ടോ. എന്താണ്? അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായിട്ട് ഏറ്റു കഴിഞ്ഞാൽ ശോഷണം സംഭവിക്കുന്ന ഒരു കാർഷിക വിളയാണ് നെല്ല് കേട്ടോ. അടുത്ത നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്, ഓസോൺ പടലം തകരാനുള്ള പ്രധാന കാരണം എന്താണ്? അത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് കേട്ടോ. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഓസോൺ പടലം തകരാനുള്ള ഒരു പ്രധാന കാരണമാണ് എന്ത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ, ഓസോൺ കണ്ടെത്തുന്നതിനായിട്ട് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ബഹിരാകാശ പേടകം അത് നിംബസ് 7 ആണ് കേട്ടോ. നിംബസ് 7 ആണ്. ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് എന്ത്? നിംബസ് 7 എന്ന് പറയുന്നത്. നോക്കിയേ, ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓസോൺ സംരക്ഷണത്തിന് ഉടമ്പടിയായിട്ടുള്ള മോൺട്രിയൽ പ്രോട്ടോകോള്
അംഗീകരിച്ച വർഷം ഏതാണ്? അത് 1987 സെപ്റ്റംബർ 16 കേട്ടോ. 1987 സെപ്റ്റംബർ 16 എന്ത് ഓസോൺ സംരക്ഷണ ഉടമ്പടി ആയിട്ടുള്ള മോൺട്രിയൽ പ്രോട്ടോകോള് അംഗീകരിച്ചത് എന്നാണ്? അത് 1987 സെപ്റ്റംബർ 16 അപ്പോൾ ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? അത് സെപ്റ്റംബർ 16 കേട്ടോ. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16 അപ്പൊ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒക്കെ നോക്കണേ. ഇനി നോക്കുക അടുത്തത്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കാൻ നിശ്ചയിച്ച രാജ്യാന്തര സംഘടന ഏതാണ്? അത് UNEP ആണ് കേട്ടോ. രാജ്യാന്തര സംഘടന ഏതാണ്? അത് UNEP ആണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം കേട്ടോ. UNEP ആണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കാൻ നിശ്ചയിച്ച രാജ്യാന്തര സംഘടനയാണ് ഏത്? UNEP എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ, ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ്? അത് CF ഷോൺബെയിൻ ആണ്. CF ഷോൺബെയിൻ ആണ് എന്ത് ഓസോൺ കണ്ടുപിടിച്ചത്. ഓസോൺ പാളി കണ്ടെത്തിയതാണ്. ഇത് ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ്? അത് CF ഷോൺബെയിൻ ആണ് ഓസോൺ കണ്ടുപിടിച്ചത്. ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ്? അത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണുമാണ് കേട്ടോ. ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണുമാണ് എന്ത് ഓസോൺ പാളി കണ്ടെത്തിയത്. ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ്? അത് ഷോൺബെയിൻ ആണ്. ഓസോൺ കണ്ടുപിടിച്ചത് ഷോൺബെയിൻ ആണ് എങ്കിൽ ഓസോൺ പാളി കണ്ടെത്തിയത് അത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണുമാണ് കേട്ടോ. ഇനി നോക്കി അടുത്തത്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള വിശദീകരണം നൽകിയത് ആരാണ്? അത് GMB ഡോബ്സൺ ആണ് കേട്ടോ. ഡോബ്സൺ ആണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള വിശദീകരണം നൽകിയത് ആരാണ്? അത് ഡോബ്സൺ ആണ് കേട്ടോ. ഡോബ്സൺ ആണേ. ഇനി നോക്കി അടുത്തത്. കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്? കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണത്? STC ആണ് കേട്ടോ. തിരുവനന്തപുരം സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി തിരുവനന്തപുരം ആണ് കേട്ടോ. ഏത് സംഘടന? STC തിരുവനന്തപുരം. അതായത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത്. അപ്പം ഓസോൺ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ്, ഒരു ബേസിക് ആയിട്ട് അടിസ്ഥാന കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരുന്നത്. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക, ടെലഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.